ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലാണ് അല്ലേ. ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, 2022 കഴിഞ്ഞിട്ടുണ്ടായിരുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ മൊഡ്യൂൾ വൈസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സെഷനിൽ നമ്മൾ മൊഡ്യൂൾ 4 ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ജസ്റ്റ് മൊഡ്യൂളിലേക്ക് പോകുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ പാറ്റേൺ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമുക്ക് 2 പാർട്ടുകളാണ് നമ്മളെ എക്സാം വരുന്നത്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എയിൽ വരുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളാണ്. അങ്ങനെ മൊത്തം 10 ക്വസ്റ്റ്യനുകളാണ് അതിലുണ്ടാവുക. അതെല്ലാം തന്നെ കമ്പൽസറി ആണ്. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ വരുന്നത് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ 14 മാർക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 5 മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ 5 മൊഡ്യൂളൊന്നും 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു സെറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ 14 × 5 ഇവിടെ 70 ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ 30. അങ്ങനെ നമുക്കൊരു ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പാർട്ട് എയിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. അതേസമയത്ത് പാർട്ട് ബിയിൽ 2 സെറ്റ് ഉണ്ടാവും. ഓരോ മൊഡ്യൂളിൽ നിന്ന് അതിൽ ഒന്നേ നിങ്ങൾ എഴുതേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾ S5 ഇരിക്കുന്നത്. 4 സെമസ്റ്ററിൽ എക്സാം എഴുതി കഴിഞ്ഞതാണെങ്കിൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 4 ആണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് എയിലും പാർട്ട് ബിയിലും അല്ലെ. പാർട്ട് എയിൽ ഞാൻ പറഞ്ഞു 10 ക്വസ്റ്റ്യനുകളാണ് ഉള്ളത്. അപ്പോൾ ആ 10 ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 5 മൊഡ്യൂളിൽ നിന്ന് ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വീതമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് പാർട്ട് എയിൽ വരുന്ന 2 ക്വസ്റ്റ്യനുകൾ, അതുപോലെ തന്നെ പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞു 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക. ഫസ്റ്റ് സെറ്റും ഉണ്ട്, അതുപോലെ സെക്കൻഡ് സെറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പാർട്ട് എയിൽ വന്നിട്ടുള്ള 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അതുപോലെ പാർട്ട് ബിയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യനുമാണ്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാവുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ഒരു മൊഡ്യൂൾ 4 വരുന്ന സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഇതിൽ വന്നിട്ടുള്ളത്? ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്, കംപ്രഷൻ ആണ്. കംപ്രഷൻ ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതില്ലേ, മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബീംസ് ആയിരുന്നു. മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ബീമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ മൊഡ്യൂൾ 3 ഉണ്ടായിരുന്നത് എന്തായിരുന്നു? സ്ലാബ് ആയിരുന്നു അല്ലേ. പ്രധാനമായിട്ടും സ്ലാബുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി മൊഡ്യൂൾ 4 നമ്മൾ വരുന്ന സമയത്ത് അത് കോളംസുകളാണ്. കോളം അല്ലേ. നമുക്കിവിടെ ഒരു സ്ട്രക്ചറിൽ വരുന്ന കംപ്രഷൻ മെമ്പറാണ് കോളം. അതേസമയത്ത് ബീമൊക്കെ എന്താണ്? ഫ്ലെക്ചറൽ മെമ്പറാണ്. അപ്പോൾ ഇനി അവിടെ നോക്ക്, ഡിസൈൻ ഓഫ് ആക്സിലി ലോഡഡ് ഷോർട്ട് കോളം വരുന്നുണ്ട്. ഒരു കോളത്തിൽ പല ടൈപ്സ് ലോഡിങ് വരുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷനിൽ പറയാണ്, നമുക്ക് ആക്സിലി ലോഡഡ് കോളത്തിൻ്റെ അല്ലെങ്കിൽ ഷോർട്ട് കോളത്തിൻ്റെ ഡിസൈൻ പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഡിസൈൻ ഓഫ് ഷോർട്ട് കോളം സബ്ജക്റ്റഡ് ടു കംപ്രഷൻ ആൻഡ് യൂണി ആക്സിയൽ അല്ലെങ്കിൽ ബൈ ആക്സിയൽ ബെൻഡിങ് കൂടെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 3 കേസ് നമ്മൾ നോക്കണം. അതിൻ്റെ 3ൻ്റെയും ഡിസൈൻ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ എയ്ഡാണ് SP16. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യം പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യനുകൾ എന്തൊക്കെ നോക്കൂ. ഫസ്റ്റ് വൺ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോങ് കോളം ആൻഡ് ഷോർട്ട് കോളം. ലോങ് കോളം അതുപോലെ തന്നെ ഷോർട്ട് കോളം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ഇൻറ്ററാക്ഷൻ കർവ്, വാട്ട് ഈസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ കോളം ഡിസൈൻ. ഓക്കെ, ഇപ്പോൾ 2 നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോങ് കോളം ഷോർട്ട് കോളം. ഓക്കെ, അപ്പോൾ എന്താണ് ലോങ് കോളം അല്ലെങ്കിൽ എന്താണ് ഷോർട്ട് കോളം അല്ലെങ്കിൽ എന്താണത്, അത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ. ആ ക്രൈറ്റീരിയ എന്താണ്? അത് വരുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ ആണ്. സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, അപ്പോൾ എന്താണ് സ്ലെൻഡർനെസ് റേഷ്യോ? ഇസ് എ റേഷ്യോ അല്ലെ. റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ന്യൂമറേറ്റർ ഉണ്ടാവും, ഒരു ഡിനോമിനേറ്റർ ഉണ്ടാവും. ഇപ്പോൾ ന്യൂമറേറ്ററിൽ വരുന്നത് അൺസപ്പോർട്ടഡ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം ഡിവൈഡഡ് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് L/D എന്ന് എഴുതാം അല്ലെങ്കിൽ L/B എന്ന് എഴുതാം. ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുന്ന സമയത്ത്, കാരണം നമുക്ക് കോളം എന്ന് പറയുന്ന സമയത്ത് ക്രോസ് സെക്ഷൻ
ഏതർ ഇറ്റ് വിൽ ബി സർക്കുലർ ക്രോസ് സെക്ഷൻ അല്ലേ. സർക്കുലർ ക്രോസ് സെക്ഷൻ ആകുന്ന സമയത്ത് നമുക്ക് അവിടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡയാമീറ്റർ ആണ്, ഡി ആണ്. അതേ സമയത്ത് ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു കോളത്തിന് ഡെപ്തും ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, ഈ ഒരു ഡയമെൻഷൻ ആയിട്ടുള്ള വിഡ്ത്ത് ഉണ്ടാവും അല്ലേ, വിഡ്ത്ത് കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ലെങ്ത്ത്, ആ കോളത്തിൻ്റെ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആണ്. അപ്പോൾ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുന്ന സമയത്ത് അത് റെക്റ്റാങ്കിളിൻ്റെ കേസിലേക്കാണ് നമുക്ക് നോക്കേണ്ടതുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ വിഡ്ത്താണ് എടുക്കേണ്ടത്. അതാണ് ഇക്വേഷനിൽ L/B എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ലോങ് കോളം അതുപോലെ ഷോർട്ട് കോളം വരുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇത് തന്നെ നമുക്ക് IS കോഡിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ IS 456 അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് IS 456 ആണ്, 2000. അതിൽ തന്നെ ക്ലോസിൽ പറയുന്നുണ്ട് 25 ക്ലോസ് 25.1.2 ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലോസ് 25.1.2, അതിൻ്റെ പേജ് നമ്പറും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും പറഞ്ഞിട്ടുള്ളത് ഷോർട്ട് ആൻഡ് സ്ലെൻഡർ കംപ്രഷൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഷോർട്ട് ആൻഡ് സ്ലെൻഡർ കംപ്രഷൻ മെമ്പേഴ്സ്? എ കംപ്രഷൻ മെമ്പർ മേ ബി കൺസിഡേർഡ് ആസ് ഷോർട്ട്. അപ്പോൾ കംപ്രഷൻ മെമ്പർ ഷോർട്ട് ആണ് നമ്മൾ എപ്പോഴാണ് പറയാം? വെൻ ബോത്ത് സ്ലെൻഡർനെസ് റേഷ്യോസ് LEX/D ആൻഡ് LEX/B ആർ ലെസ് ദാൻ 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ 12 ആകുന്ന സമയത്താണ് നമ്മളതിനെ ഷോർട്ട് കംപ്രഷൻ മെമ്പർ അല്ലെങ്കിൽ ഷോർട്ട് കോളം എന്ന് പറയാം. അതേ സമയത്ത് LEX/D അല്ലെങ്കിൽ LEX/B ഗ്രേറ്റർ ദാൻ 12 ആകുന്ന സമയത്ത് അത് എന്ത് കോളായിരിക്കും? ലോങ് കോളായിരിക്കും അല്ലേ. നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയല്ലേ വരുന്നത്, ബേസിക് ആയിട്ട് ഇക്വേഷൻ L/B എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് ലെസ് ദാൻ 12 ആണ് എന്നുണ്ടെങ്കിൽ, ലെസ് ദാൻ 12 ആകാന്ന് പറയുന്ന സമയത്ത് നമുക്ക് ന്യൂമറേറ്റർ അല്ലേ, ന്യൂമറേറ്റർ കൺസിഡർ ചെയ്ത് നമുക്ക് ഇത് ലെസ് ദാൻ അല്ലേ, ആ ഒരു ലെങ്ത് കുറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ അതെന്താണ്? ഷോർട്ട് കോളാണ്. ഇനി അത് L/B ഗ്രേറ്റർ ദാൻ 12 ആണെന്നുണ്ടെങ്കിൽ അതെന്ത് കോളാണ്? ലോങ് കോളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ക്രൈറ്റീരിയ, നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നോക്ക്, ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് എ കോളം ഈസ് സെറ്റ് ടു ബി ഷോർട്ട് ഇഫ് ദ റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് ടു ഇറ്റ്സ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ്. എന്താണ് റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് അല്ലേ, എഫക്റ്റീവ് ലെങ്ത് ടു ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഈ ഒരു കേസാണ് എന്ത്? ഷോർട്ട് കോളം. ഇനി അതിൻ്റെ ജസ്റ്റ് 1-2 പോയിന്റ് കൂടെ നിങ്ങൾക്ക് നോക്കാം. നമുക്കറിയാം ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു 2 ഡിഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു ബേസിക് ക്രൈറ്റീരിയ മാത്രം എഴുതി വെച്ചാൽ നമുക്ക് ആ 3 മാർക്ക് കിട്ടൂല. അപ്പോൾ അതിൽ കൂടെ അതിന് പുറമെ 1-2 പോയിന്റ് കൂടെ നമ്മൾ നോക്കാം. അപ്പോൾ എന്താണ് ഷോർട്ട് കോളത്തിൻ്റെ പ്രത്യേകതകൾ? ബക്ലിംഗ് ടെൻഡൻസി ഈസ് വെരി ലോ അല്ലേ. എന്താ ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ? നമുക്കൊരു കോളത്തിൽ വരുമ്പോൾ, ഒരു കോളത്തിൽ ഇങ്ങനെ ലോഡ് വരുന്ന സമയത്ത് ഈ കോളം ഇതുപോലെ ബെൻഡാകുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബക്ലിംഗ് എന്ന് പറയാം അല്ലേ. അപ്പോൾ അത് ആ ഒരു ടെൻഡൻസി ഇവിടെ കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഷോർട്ട് കോളത്തിൽ. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ബക്ലിംഗ് വരുന്നത് ലോങ് കോളത്തിലാണ്. അപ്പോൾ അതൊരു പോയിൻ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഷോർട്ട് കോളത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്താണ്? ദ ഫെയിലിയർ ഓഫ് ഷോർട്ട് കോളം ഈസ് ബൈ ക്രഷിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ക്രഷിങ് വഴിയാണ് ഷോർട്ട് കോളത്തിന് ഫെയിലിയർ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോങ് കോളത്തിൻ്റെ കേസിൽ അതെന്താണ്? ബക്ലിംഗ് ആണ്, ഓർത്തിരിക്കുക. അടുത്തത് എന്താണ്? ദ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഈസ് ഹൈ ആസ് കമ്പയർഡ് ടു ലോങ് കോളം ഓഫ് സെയിം ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ ഒരേ ക്രോസ് സെക്ഷണൽ ഏരിയ ഉപയോഗിച്ചിട്ടുള്ള 2 കോളങ്ങൾ, ഒന്ന് ഷോർട്ട് കോളം നമ്മൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഒരു ലോങ് കോളം ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എപ്പോഴും കൂടുതൽ ഷോർട്ട് കോളത്തിനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഷോർട്ട് കോളത്തിൻ്റെ കേസിൽ ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് അതിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞു, സ്ലെൻഡർനെസ് റേഷ്യോ ഇസ് ലെസ് ദാൻ 12 എന്ന് പറഞ്ഞു, ബക്ലിംഗ് ടെൻഡൻസി കുറവാണെന്ന് പറഞ്ഞു, ഫെയിലിയർ എങ്ങനെയാണ് വരുന്നത്? അത് ക്രഷിങ് വഴിയാണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സെയിം ഏരിയ ഉള്ള 2 കോളംസ്, അതായത് ഷോർട്ട് കോളവും ലോങ് കോളവും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഷോർട്ട് കോളത്തിനാണ് കൂടുതൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി വരുന്നത്. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ഷോർട്ട് കോളത്തിൻ്റെ കേസിൽ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ലോങ് കോളം കൂടി നോക്കാം. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. എ ലോങ് കോളം അല്ലെങ്കിൽ എ കോളം ഈസ് സെറ്റ് ടു ബി ലോങ് ഇഫ് ദ റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് ടു ഇറ്റ്സ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 12 അല്ലേ. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എഫക്റ്റീവ് ലെങ്ത് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ അല്ലെങ്കിൽ B അല്ലെങ്കിൽ D
ഈസ് ഗ്രേറ്റർ ദാൻ 12 ആകുന്ന സമയത്താണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ലോങ് കോളം എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് കോളം. ഇനി അവിടെ നോക്ക്, ലോങ് ആൻഡ് സ്ലെൻഡർ കോളംസ് ബക്കിൾ ഈസിലി. ഇല്ല, നമ്മൾ നേരത്തെ ഷോർട്ട് കോളത്തിൻ്റെ കേസിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഷോർട്ട് കോളത്തിൻ്റെ കേസിൽ ബക്കിളിങ് ടെൻഡൻസി കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് കോളത്തിന് അത് കൂടുതലാണ്. ഓക്കെ, ഇനി നോക്ക് അടുത്ത പോയിന്റ്, ദ കോളം ജനറലി ഫെയിൽസ് ഇൻ ബക്കിളിങ്. അപ്പോൾ ബക്കിളിങ് ടെൻഡൻസി കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ കോളം ഫെയിൽ ചെയ്യുന്നത് ബക്കിളിങ് വഴിയാണ്. ഓക്കെ, ക്രഷിങ്ങിനേക്കാളും ഇവിടെ വരുന്നത് ബക്കിളിങ് ആണ്. ക്രഷിങ് വരുന്നതിന് മുന്നേ തന്നെ ബക്കിളിങ് സംഭവിച്ചിട്ട് കോളം ഫെയിലിയറിലോട്ട് പോകും. അടുത്ത പോയിന്റ് നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സംഗതി തന്നെയാണ്. ദ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എ ലോങ് കോളം ഈസ് ലെസ് ആസ് കമ്പയർഡ് ടു ഷോർട്ട് കോളം ഓഫ് സെയിം ക്രോസ് സെക്ഷണൽ ഏരിയ. നേരത്തെ പറഞ്ഞു ഷോർട്ട് കോളത്തിനാണ് കൂടുതൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. ആ പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് ലോങ് കോളത്തിൻ്റെ കേസിലാകുന്ന സമയത്ത് അത് കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ലോങ് കോളും ഷോർട്ട് കോളും തമ്മിലുള്ള ഡിഫറൻസ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും കൂടി സമ്മപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ഉള്ള ക്രൈറ്റീരിയ സിലിണ്ടർനെസ് റേഷ്യോ ആണ്. അത് സിലിണ്ടർനെസ് റേഷ്യോ 12-നേക്കാളും കുറവാണെങ്കിൽ അത് ഷോർട്ട് കോളാണ്, ഗ്രേറ്റർ ദാൻ 12 ആണെങ്കിൽ അത് ലോങ് കോളമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ആൻ ഇൻട്രാക്ഷൻ കർവ്, വാട്ട് ഈസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ കോളം ഡിസൈൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻട്രാക്ഷൻ കർവ്? നമ്മൾ കോളം ഡിസൈനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കർവാണ് ഇൻട്രാക്ഷൻ കർവ്. അപ്പോൾ ഒരു കർവ് എന്ന് പറയുന്ന സമയത്ത് വാട്ട് ഈസ് ആൻ ഇൻട്രാക്ഷൻ കർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കർവിൻ്റെ വൈ ആക്സിസിൽ എന്താണ്, അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ എന്താണ് വരുന്നത് എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, നോക്കാം. നോക്ക്, an interaction curve അല്ലെങ്കിൽ interaction diagram is in a column is a graph that shows a plot of axial load Pn and that a column could carry versus its moment capacity. ഓക്കെ, അപ്പോൾ ഒരു പ്ലോട്ട് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് വൈ ആക്സിസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ആക്സിയൽ ലോഡാണ്, ആക്സിയൽ ലോഡ് Pn. അതുപോലെ എക്സ് ആക്സിസിൽ വരുന്നത് എന്താണ്, മൊമെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഡയഗ്രാം ഇൻ എ കോളം ഈസ് എ ഗ്രാഫ് ദാറ്റ് ഷോസ് പ്ലോട്ട് ഫോർ ദ ആക്സിയൽ ലോഡ് ദാറ്റ് എ കോളം കുഡ് ക്യാരി വേഴ്സസ് ഇറ്റ്സ് മൊമെൻറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ മൊമെൻറ്റ് കപ്പാസിറ്റി Mn. ഓക്കെ, ഇനി ഇതിൻ്റെ ജസ്റ്റ് ഒരു കർവ് നമുക്ക് നോക്കാം. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കർവ് കാണാം. അപ്പോൾ കർവിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് കർവ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ ഒരു പാരാബോളിക് കർവ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ആക്സിയൽ ലോഡ് വൈ ആക്സിസിൽ ആക്സിയൽ ലോഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ മൊമെൻറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിൽ കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. നോക്ക്, ഇൻട്രാക്ഷൻ കർവ് എപ്പോഴൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അല്ലേ. നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണ് ഇൻട്രാക്ഷൻ കർവ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഇൻട്രാക്ഷൻ കർവ്സ് ആർ യൂസ്ഫുൾ ഫോർ സ്റ്റഡിയിങ് ദ സ്ട്രെങ്ത് ഓഫ് കോളം വിത്ത് വേരിയസ് പ്രപ്പോർഷൻസ് ഓഫ് ലോഡ് ആൻഡ് മൊമെൻറ്റ്. അപ്പോൾ ലോഡും മൊമെൻറ്റും വരുന്ന സമയത്ത്, ഇനി അത് ലോഡ് മാത്രമേ ഉള്ളൂ മൊമെൻറ്റ് ഇല്ലാത്ത സമയത്ത്, അതിൻ്റെ കോമ്പിനേഷൻ വരുന്ന സമയത്തൊക്കെ കോളത്തിൻ്റെ എന്താ പറഞ്ഞത്, സ്റ്റഡിയിങ് ദ സ്ട്രെങ്ത് ഓഫ് കോളത്തിൻ്റെ സ്ട്രെങ്ത് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കർവാണ് എന്ത്, ഇൻട്രാക്ഷൻ കർവ്. ഓക്കെ, അടുത്ത് നോക്ക്, എനി കോമ്പിനേഷൻ ഓഫ് ലോഡിംഗ് ദാറ്റ് ഫോൾസ് ഇൻസൈഡ് ദ കർവ് ഈസ് ജനറലി സാറ്റിസ്ഫാക്ടറി വെയർആസ് എനി കോമ്പിനേഷൻ ഫോളിംഗ് ഔട്ട്സൈഡ് ദ കർവ് ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി ആൻഡ് മേ റെപ്രസെൻറ്റ് ഫെയിലിയർ. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്ന കർവിൻ്റെ അകത്താണ് നമ്മൾ പോയിന്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് സേഫാണ്. ഇനി അതിൻ്റെ പുറത്തേക്കാണ് കർവ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പോയിന്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്, അൺസേഫ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാനുള്ളത്. നോക്കാം. നോക്കൂ, ദിസ് മീൻസ് ദാറ്റ് ഇഫ് ദ പൊസിഷൻ ഓഫ് M and P point on the plot is outside of the curve, it is deemed as not meeting this criterion and considered unsafe. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ പോയിന്റ് ഔട്ട്സൈഡിൽ ഉണ്ടാവും, ഇവിടെ ഔട്ട്സൈഡിലാണ് നമ്മുടെ പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അൺസേഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേ സമയത്ത് കർവിൻ്റെ അകത്താണ് നമുക്ക് പോയിന്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, സേഫാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരുന്നത്. വാട്ട് ഈസ് ആൻ ഇൻട്രാക്ഷൻ കർവ്, അതിൻ്റെ സിഗ്നിഫിക്കൻസും. ഇൻട്രാക്ഷൻ കർവ് എന്താണെന്ന് പറഞ്ഞു, കർവ് ബിറ്റ്വീൻ ആക്സിയൽ ലോഡ് ടു മൊമെൻറ്റ് ക്യാരിങ് കപ്പാസിറ്റി. അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ കോളം ഡിസൈനിലാണ് യൂസ് ചെയ്യുന്നത്. ആ കർവിനകത്താണ് നമ്മൾ പർട്ടിക്കുലർ പോയിന്റ് എന്നുണ്ടെങ്കിൽ അത് സേഫാണ്. ഇൻ കേസ് അത് പുറത്തേക്കാണ് ആ പോയിന്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്താണത്, അൺസേഫാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് എയിൽ വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യനുകളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് പാർട്ട് ബി ആണ്. അപ്പോൾ നോക്കാം. പാർട്ട് ബിയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം,
രണ്ട് ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ് അല്ലേ. ഫസ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്, ക്ലാസിഫൈ കോളംസ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ലോഡിംഗ് ആൻഡ് എക്സെൻട്രിസിറ്റി. അപ്പോൾ ടൈപ്പ് ഓഫ് ലോഡിംഗ് ആൻഡ് എക്സെൻട്രിസിറ്റി ഒറ്റ ടേമാണ്, അതുവഴി കോളത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നോക്കുക, ഡിസൈൻ എ സർക്കുലർ കോളം വിത്ത് ഹെലിക്കൽ റെയിൻഫോഴ്സ്മെന്റ് ടു ക്യാരി an axial load of 1000 kN, use M20 ഗ്രേഡ് കോൺക്രീറ്റ് ആൻഡ് FE 415 ഗ്രേഡ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യനുകൾ എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ടല്ല വരിക, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള പോലെ ഒന്നെങ്കിൽ 4 മാർക്കും 10 മാർക്കും അങ്ങനെ കാണാറുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ 3 മാർക്കും 11 മാർക്ക് ഇങ്ങനെയും വന്ന് കാണാറുണ്ട്, 2ഉം 10 ആയിട്ടും കാണാറുണ്ട്. ഇനി അതുമല്ല 2ഉം 12 ആയിട്ടില്ലേ. ഇനി ചില കേസിൽ 14 മാർക്ക് ത്രൂ ഔട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് ഡിസൈൻ ഓഫ് ഫൂട്ടിങ്ങിലൊക്കെ അത്തരം ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് നോക്കാം. സോ കോളം ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ലോഡിംഗ് അല്ലെങ്കിൽ എക്സെൻട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കോളത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, കംപ്രഷൻ ഫോഴ്സ് വരുന്ന സമയത്ത് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോളം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കോളം ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വന്ന് ആക്ട് ചെയ്യുന്ന ലോഡ്, അപ്പോൾ നമുക്ക് ഈ കോളത്തിനൊരു ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കുലർ കോളാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കുലർ കോളത്തിനാകുന്ന സമയത്ത് ഇവിടെ നമുക്ക് ടോപ്പ് ഫേസ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മുടെ ലോഡ് വന്ന് ഇങ്ങനെ ആക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ആ റെക്റ്റാങ്കുലർ ഫേസ് നമ്മളൊന്ന് എടുത്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആക്സിസുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ലോഡ് വന്ന് ആക്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സെൻറ്ററിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കുലർ ഫേസിൻ്റെ സെൻട്രോഡിലൂടെയാണ് നമ്മുടെ ലോഡ് വന്ന് ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആക്സിയലി ലോഡഡ് കോളം എന്നാണ് പറയാം. ആക്സിയലി ലോഡഡ് കോളം. ഓക്കെ, ഇത് ആക്സിയലി ലോഡഡ് കോളമാണ് കേട്ടോ. ആക്സിയലി ലോഡഡ് കോളം. ഇനി ആക്സിയലി ഉണ്ട്. ഇനി ഇൻ കേസ് എന്ത് വരികയാണ്, ഇവിടെ നിന്ന് ഈ ലോഡ് ഷിഫ്റ്റ് ചെയ്യാണ്. ലോഡ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അതും അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, അതും അല്ലെങ്കിൽ ഈ രണ്ട് ആക്സിസിനും പാരലൽ അല്ലെങ്കിൽ ഒരു ഒബ്ലിക്കായിട്ട് ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തേക്ക് ഈ ആക്സിസിൻ്റെ ഭാഗത്തേക്ക് തന്നെ പാരലായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ രണ്ട് ഭാഗത്തേക്കും ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം കോളത്തിന് നമ്മൾ പറയാം എക്സെൻട്രിക്കലി ലോഡഡ് കോളം എന്നാണ്. എക്സെൻട്രിക്കലി ലോഡഡ് കോളം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സെൻട്രിക്കലി ലോഡഡ് കോളം എങ്ങനെ വരുന്നത്, അപ്പോൾ ഇവിടെ വന്ന് ലോഡ് ആക്ട്, ഇവിടെ വരേണ്ടുന്ന ലോഡ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു അല്ലേ. ഇതൊരു എക്സെൻട്രിക്കലി ലോഡഡ് കോളാണ്. ഇനി ഇവിടെ വരുന്നതിന് പകരം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, അതും ഒരു എക്സെൻട്രിക്കലി ലോഡഡ് കോളം തന്നെയാണ്. ഇനി ലോഡ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇവിടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇത് തമ്മിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് രണ്ട് പറഞ്ഞ കേസുകൾ അതിനെ നമ്മൾ യൂണി ആക്സിയൽ ബെൻഡിങ് എന്നാണ് പറയാം. യൂണി ആക്സിയൽ. അതേ സമയത്ത് ഇവിടെ ലാസ്റ്റ് വരച്ച കേസ് അതെന്താണ്, ബൈ ആക്സിയൽ ആണ് വരുന്നത് ലോഡ് കോളം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് കാര്യങ്ങൾ വരുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര തന്നെയുള്ളൂ. നമുക്ക് ജസ്റ്റ് അത് വെച്ചിട്ടുള്ള പോയിന്റുകൾ കൂടി നോക്കാം. ഓക്കെ, ടൈപ്സ് ഓഫ് കോളം നമ്മൾ പറഞ്ഞ സംഗതി തന്നെയാണ്. രണ്ട് ടൈപ്പ് കോളങ്ങളാണ് വരുന്നത് ബേസ്ഡ് ഓൺ ലോഡിങ് ആൻഡ് എക്സെൻട്രിസിറ്റി. ഫസ്റ്റ് ആക്സിയലി ലോഡഡ് കോളം, അതുപോലെ തന്നെ എക്സെൻട്രിക്കലി ലോഡഡ് കോളം. അങ്ങനെ എക്സെൻട്രിക്കലി ലോഡഡ് കോളം തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ യൂണി ആക്സിയൽ ആണ്, രണ്ടാമത് എന്താണ്, ബൈ ആക്സിയൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫിഗർ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വരച്ച ഫിഗർ തന്നെയാണ്. നോക്ക്, ഫസ്റ്റ് ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് ആക്സിലി ലോഡഡ് കോളാണ്. അതായത് ഈ കോളത്തിൻ്റെ ആക്സിസുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലൂടെയാണ് നമ്മുടെ ലോഡ് വന്ന് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഇനി അടുത്തത് നോക്ക്, ഇത് നമ്മൾ രണ്ടാമത് പറഞ്ഞ കേസാണ്. എക്സെൻട്രിക്കലി ലോഡഡ് കോളത്തിൽ തന്നെ വരുന്ന യൂണി ആക്സിയൽ
കേസാണ്. യൂണി ആക്സിയൽ എന്ന് പറയാൻ കാരണം ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഈ ആക്സിസിലേക്കാണ് ഇത് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ. വൈ ആക്സിസ് ഇതിപ്പോൾ വൈ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വൈ ആക്സിസിൽ ഒരു ഇൻ്റർസെപ്റ്റ് ഇല്ല അല്ലേ, എക്സ് ആക്സിൽ മാത്രമേ ഇൻ്റർസെപ്റ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ യൂണി ആക്സിയൽ കോളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂണി ആക്സിലി എക്സെൻട്രിക്കൽ കോളം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്നെങ്കിൽ ഇങ്ങോട്ടേക്കാവാം, അല്ല എന്നുണ്ടെങ്കിൽ ലോഡ് ഇവിടെ മാത്രം വരികയാണെങ്കിലും അതെന്ത് തന്നെയാണ്, കോളം യൂണിയാക്സിയൽ കോളം തന്നെയാണ്. ഓക്കെ, ഇനി ഈ കേസ് നോക്ക്, മൂന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞേ, ഇവിടെ ലോഡ് വരുന്നത് ഈ ഒരു പോയിന്റിലേക്കാണ് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് എക്സ് ആക്സുമായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്, വൈ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ആക്സിസിലും അത് എക്സെൻട്രിക്കലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, ബൈ ആക്സിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് പോയിന്റ് ആക്കിയിട്ട് എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതേണ്ടത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. Okay, first one, axially loaded column. If the compressive vertical loads act along the centroidal axis of the column, it is termed as axially loaded column. Okay, എന്താ പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതിയാണ്. വെർട്ടിക്കൽ ലോഡുകൾ എങ്ങനെ ആക്ട് ചെയ്യുന്നത്, നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസിലൂടെ അല്ലെ, അലോങ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അലോങ് സെൻട്രോയിഡൽ ആക്സിസ് ആണെങ്കിൽ അത്തരം കോളത്തിനെ നമ്മൾ എന്ത് പറയും, ആക്സിലി ലോഡഡ് കോളം എന്ന് പറയും. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് കോളം വിത്തൗട്ട് ബെൻഡിങ് ഈസ് നോട്ട് ഫൗണ്ട് പ്രാക്ടിക്കലി സോ മച്ച്. അപ്പോൾ എപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വൽ കേസിൽ ഇത്തരം ഒരു സാഹചര്യം വളരെ കുറവാണ്. എന്തായാലും ഒരു മൊമെൻറ്റ് നിർബന്ധമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം എക്സെൻട്രിക്കലി ലോഡഡ് കോളത്തിൽ യൂണി ആക്സിയലിൻ്റെ കേസ്. അപ്പോൾ എന്തായാലും പറഞ്ഞിട്ടുള്ളത്, വെൻ ദ ലോഡ്സ് ആർ ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഇ ഫ്രം ദ സെൻട്രോഡ് ഓഫ് ദ കോളം ക്രോസ് സെക്ഷൻ, ദ കോളം ഈസ് ടേംഡ് ആസ് ആൻ എക്സെൻട്രിക്കലി ലോഡഡ് കോളം. അപ്പോൾ ആദ്യം എന്താണ് എക്സെൻട്രിക്കലി ലോഡഡ് കോളം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മുടെ സെൻട്രോഡിൽ നിന്ന് ഒരു ദൂരം വരുന്ന സമയത്ത് ആ ഒരു ദൂരത്തിന് നമ്മൾ ഇ എന്നാണ് പറയുക. ഇ എന്ന് എക്സെൻട്രിസിറ്റിയുടെ ഡിനോട്ട് ചെയ്യുന്നത് ഇ ആണ്. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുന്നത്, യൂണി ആക്സിയലിൻ്റെ കേസ്. ഇൻ ആൻ യൂണി ആക്സിയൽ എക്സെൻട്രിക്കലി ലോഡഡ് കോളം, this distance E could be along x axis or y axis എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ എക്സ് ആക്സിസിന് അലോങ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വൈ ആക്സിന് അലോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഓറാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ആൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ബൈ ആക്സിയൽ ആയിരിക്കും കേട്ടോ. ദീസ് എക്സെൻട്രിക് ലോഡ്സ് കോസ് മൊമെന്റ് അലോങ് ദ എക്സ് ആക്സിസ് ഓർ വൈ ആക്സിസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്സിസിന് അലോങ്ങിലാണ് എന്ത് വരുന്നത്, മൊമെന്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്ക്, eccentrically loaded column biaxial. In this type of column, loads are applied at any point of cross section but not in axis. അപ്പോൾ ആക്സിസിലൂടെ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിലാണ് വന്ന് ലോഡ് ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ബൈ ആക്സിയൽ കേസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിസ്. അപ്പോൾ ഈ ആക്സിസിന് പുറമെ എവിടെ വന്ന് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിലും അത് എന്ത് കേസാണ്, ബൈ ആക്സിയൽ കേസാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കോളത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറയാനുണ്ടായിരുന്നത്, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ലോഡിങ് ആൻഡ് എക്സെൻട്രിസിറ്റി. ശരിക്കും കോളത്തിന് വേറെയും കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബേസ്ഡ് ഓൺ ക്രോസ് സെക്ഷന് വരുന്നുണ്ട്, അതേപോലെ ബേസ്ഡ് ഓൺ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിറപ്പിനെ ബേസ് ചെയ്തിട്ട് അല്ലേ, അത്തരം പല ക്ലാസിഫിക്കേഷനുകളുണ്ട്. പക്ഷേ നമ്മുടെ സ്ട്രക്ചറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന സമയത്ത് ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാർട്ട് ബിയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. അടുത്ത സെഷനിൽ ഈ ഒരു പാർട്ട് ബിയിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതൊരു ഡിസൈൻ പ്രോബ്ലം ആണ്, കോളത്തിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പ്രോബ്ലം ആണ്. നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.